ഹലോ മോനെ. ദേവരാജ സാർ. ഇങ്ങോട്ട് പാടോ. എന്താ സാർ? ഒരു പയ്യ കിടപ്പുണ്ട്. ആരാ സാർ അത്? അതൊക്കെ പിന്നെ പറയത്താൻ പാടും. മെല്ലെ. നീ കാല് പിടിച്ചേ. പതുക്കെ മെല്ലെ നോക്കിട്ട്. ഭയന്നിട്ടാണെന്ന് തോന്നുന്നു. താൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. ഇതാ സാർ, ഇതാ. മോനെ 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 കണ്ണു തുറന്നു. എന്താ നിന്റെ പേര്? മോന്റെ വീട് എവിടെയാ? പറ മോനെ, പേടിക്കണ്ട. അവന് സംസാരിക്കാൻ കഴിയില്ല. ഓമിയ. എന്തായാലും നാളെ ആവട്ടെ, പിന്നീട് അന്വേഷിക്കാം. ശരി സാർ, പോയി കിടന്നുറങ്ങിക്കൊള്ളാം, ഞാനിവിടെ ഇരുന്നോളാം. ഓക്കെ, പുതപ്പെട്ടു. ശരി സാർ, ശരി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോ. വിളിക്കാം സാർ, വിളിക്കാം. ദേവരാജ, അവൻ ഉണർന്നോ? ഇല്ല സാർ, നല്ല ഉറക്കമാണ്. ഇനി എന്താ ചെയ്യുക? എന്താണെന്നൊന്നും അറിയാതെ എങ്ങനെയാ വീട്ടിൽ നിർത്തുക? പോലീസിൽ അറിയിക്കുക, അതായിരിക്കും നല്ലത്. അത് തന്നെയാണ് നല്ലത്. അവർ വല്ല ജൂനൈൽ ഹോമിലോ ആക്കും. അറിയാതെ ഒരു മോശം അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമായിരിക്കും അത്. ഏതായാലും 2 ദിവസം കഴിയട്ടെ. അവനിൽ നിന്നും എന്തെങ്കിലും വിവരം കിട്ടുമോ എന്ന് നോക്കാമല്ലോ. ഗുഡ് മോർണിംഗ്. എന്താ നിന്റെ പേര്? ബാബു. അപ്പോൾ നിനക്ക് എഴുതാൻ അറിയാല്ലേ? നീ എവിടെയാ പഠിച്ച്?
ദേവരാജ, സാർ എന്താ സാർ? ഇവന്റെ പേര് ബാബു എന്നാ. ഇവൻ ആവശ്യമുള്ള ഭക്ഷണം എന്താ വെച്ചാൽ കൊടുത്തേക്ക്. നിക്കർ ഉടുപ്പൊക്കെ ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. ആ, കുളിച്ച് വൃത്തിയായി നിൽക്കട്ടെ. വൈകിട്ട് നമുക്ക് പുറത്തു പോവാം. താൻ ഗേറ്റ് തുറ. ഇവനിതെവിടെ പോയി? യവനിത് എവിടെ പോയെന്ന് അറിഞ്ഞില്ലല്ലേ? അത് ശരി. കൊള്ള എന്താന്ന് ആലോചിക്കുന്നേ? ഞാൻ കരുതി നീ മുങ്ങിയെന്ന്. ഏജ് പടയർക്കാ പോയി കുളിച്ച് വല്ലതും കഴിക്കാൻ നോക്ക്. വെറുതെ ബാക്കിയുള്ളവന് പണിയുണ്ടാക്കാൻ നോക്കരുത്. നോക്കുന്നുണ്ടോ നീ? ബാബു, ആഹാ, കുളിച്ച് സുന്ദരനായിരിക്കണമല്ലോ. മോനുള്ള കുറച്ച് പുതിയ ഡ്രസ്സുകളാ. പോയി ഡ്രസ്സ് ചെയ്തിട്ട് വാ, നമുക്കൊന്ന് പുറത്തു പോയിട്ട് പെട്ടെന്ന് വേണം. ദേവരാജ, ഒരു ചായ. സാർ ചായ. ഇതെന്താടോ, സാക്ഷാൽ രജനീകാന്തോ? ആഹാ, മോൻ സ്മാർട്ടായല്ലോ. വാ, ഇറങ്ങാം. വാ.
എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളോളായി ഞാൻ കൊതിച്ചു വീണുറങ്ങാൻ എത്ര രാവിൽ ഞാൻ നനച്ചു കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ എൻ കരളുരുകുമൊരു താരാട്ട്. ബാബു, നീയാണോ ഇപ്പൊ പാട്ട് പാടിയത്? ബ ബ ബ സാർ. എന്താ ദേവരാജ, ഉറക്കം വരുന്നില്ലേ? ശരിക്കും അങ്ങനെ തന്നെ സാർ. ഒരു കാര്യം സാറിനോട് പറയാതെ എനിക്ക് മനസ്സമാനം വരുന്നില്ല. നീ കാര്യം പറ ദേവരാജ. നമ്മുടെ ബാബു ഇല്ലേ, അവൻ ഊമയല്ല, അവൻ സംസാരിക്കും സാർ. അത് നിനക്കെങ്ങനെ മനസ്സിലായി? ഇന്നവൻ ബാത്റൂമിലിരുന്ന് പാട്ട് പാടുന്നത് ഞാൻ കേട്ടു. ഏയ്, നിനക്ക് തോന്നിയതായിരിക്കും. അല്ലേലും നീ ഒരു സംശയരോഗിയാ. സാർ അങ്ങനെ പറയരുത്. ഞാനിപ്പോൾ പറഞ്ഞത് സത്യമാ സാർ. നാളെ ആവട്ടെ, നമുക്ക് പിന്നെ നോക്കാം. ഓ, താൻ പോയി കിടന്നോ. ഓ. ആ ബാബു, മോനിങ്ങോട്ട് വാ, ഇരി. മോൻ വല്ലതും കഴിച്ചോ? ബാബുവിന് മാജിക് ഇഷ്ടമാണോ? ഇപ്പൊ അങ്കിളുടെ കയ്യിൽ വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. ഉറപ്പല്ലേ? എന്നാ നോക്ക. ഒന്നുമില്ലല്ലോ. ആ, ഇപ്പോഴോ? എടുത്തോ. ഇനി ഒരു മാജിക് കൂടി കാണിച്ചു തരട്ടെ. ഇത് വെള്ള തൂവാലല്ലേ? അല്ലേ? അങ്കിളുടെ കയ്യിൽ വല്ലതും ഉണ്ടോ? ഓക്കെ. ഇതില് വെള്ള തൂവാല. ഇപ്പോഴോ? മാജിക് ഇഷ്ടായോ? അപ്പോ വെള്ള തൂവാല എവിടെ? ഇവിടെയോ? മാജിക് ഇഷ്ടായോ? ഇനി അങ്കിള് വലിയൊരു മാജിക് കാണിച്ചു തരാം. ഓക്കെ? ഞാൻ ബാബുവിനെ അന്തരീക്ഷത്തിൽ ഉയർത്തി നിർത്തും.
ഓക്കെ? കട്ടിലിയോ മേശയുടെയോ ഒന്നും സഹായമില്ലാതെ കിടക്ക്. കിടക്ക്. കണ്ണടച്ച് കിടന്നോ. ഞാൻ പറയുന്നതിൽ മാത്രമേ ശ്രദ്ധിക്കാവൂ. വേറൊന്നും മനസ്സിൽ വരരുത്. പക്ഷികളെ പോലെ പറന്നു നടക്കാൻ ബാബുവിന് ആഗ്രഹമില്ലേ? അത് തന്നെയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. മോനെ പോലെ തന്നെ 2 കൊച്ചു പയ്യന്മാരുണ്ടായിരുന്നു, സഹോദരങ്ങൾ. അവർക്കും പറക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പല സാധനങ്ങളും മുതുകിൽ ഘടിപ്പിച്ച് പറക്കാൻ ശ്രമിച്ചു. ചിറകുകളും അതുപോലെ പലതും. മലകളിൽ നിന്നും കുന്നുകളിൽ നിന്നും ചാടി. പക്ഷെ പറക്കാൻ കഴിഞ്ഞില്ല. ധൈര്യം വിട്ടില്ല. ശ്രമിച്ചുകൊണ്ടേയിരുന്നു. വീണ്ടും വീണ്ടും ശ്രമിച്ചു. അവസാനം യന്ത്രങ്ങൾ ഘടിപ്പിച്ചു. പറക്കാനും കഴിഞ്ഞു. അങ്ങനെയാണ് വിമാനങ്ങൾ ഉണ്ടായത്. ബാബുവിന് പറക്കണ്ടേ? ബാബുവിന് ധൈര്യമില്ലേ? ബാബുവിന് വാശിയില്ലേ? ആ സഹോദരങ്ങളെപ്പോലെ ബാബുവിന് വാശി വേണം, ധൈര്യം വേണം. ബാബു പറക്കണം. ബാബു മനസ്സിൽ വിശ്വസിക്കുക. ബാബുവിൻ്റെ കാലുകൾ ഉറക്കമായി. ബാബുവിൻ്റെ കൈകൾ ഉറങ്ങുന്നു. ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഉറക്കത്തിലേക്ക് മറയുന്നു. മനസ്സ് മാത്രം ഉണർന്നിരിക്കുന്നു. മനസ്സ് മാത്രം. ശാന്തമായ ഉറക്കം. മയക്കമില്ലാത്തത് മനസ്സിന് മാത്രം. മോൻ പറയേ, എവിടെയാ നിന്റെ നാട്? പാവുമ്പയില കട്ടച്ചുളയ്ക്കടുത്ത്. എൻ്റെ അച്ഛൻ ദുഷ്ടനാ. എന്നെയും എൻ്റെ അമ്മയും അനിയത്തിയെയും അയാൾ എന്നും തല്ലുമായിരുന്നു. ദുഷ്ടനാ, ദുഷ്ടനാ എൻ്റെ അച്ഛൻ. പിന്നെ ദിവാകരൻ കുടിച്ച കൂടിയൊന്നും ഇവിടെ ഒരുത്തനും കുടിച്ചിട്ടില്ല. ഇനി നീ വേണ്ട, നീ പോ. പിന്നെ ദിവാകരന് വെട്ടോല്ലേ പാമ്പ് അടിച്ചള്ളി. താരാ വാതിൽ ഇവിടെ കൊണ്ടുവച്ചേ? ഇവിടെ മോന്ത. ഡാഡേ, ഈ ജന്തുക്കളൊന്നും ഉറങ്ങിയില്ലയോ? എന്താടേ, നാക്കില്ലയോ? ദിവാരൻ ചോദിച്ച അപ്പം മറുപടി പറയണം. അതാ ദിവാരന്റെ സ്വഭാവം. അല്ലെങ്കിൽ എന്റെ കുണം മാറും. ചവിട്ടികളെ ഞാൻ കണ്ടൂടെ അവരിന്ന് പഠിക്കുന്നത്, പിന്നെ എന്തിനാ ചോദിക്കുന്നത്? തർക്കോത്തരം പറയുന്നത് ആട്ടിക്കളിക്കണം. അവിടെ നിൽക്കണേ. അച്ഛാമ്മയെ ഉപദ്രവിക്കരുത്. ഇവളെ എന്റെ ഭാര്യ, പിന്നെ നിന്റെ അമ്മയായത്. അവളെ ഞാൻ അടിക്കും, ഇടിക്കും, തൊഴിക്കും. നീ ആരാ ചോദിക്ക? നീ ആരാ? പറയാ പുല്ല്, പറയാൻ. കളി ദിവാകരനോട്. മോനെ, ബാബു, എന്റെ പൊന്നു മോനെ, നീ എവിടേക്കെങ്കിലും ഓടിക്കും. ഇല്ലെങ്കിൽ ഈ കാലമാണ് നിന്നെ കൊല്ലും. ഓടിക്കും മോനെ, ഓടിക്കും. അയ്യോ, അയ്യോ മോനെ, ഓടിക്കോ. ദിവാകരൻ ഓടിക്കുന്നു.
തിന്തരികിടതോ ചേട്ടാ, ദേ ഒരു ചെക്കൻ. നീ എങ്ങോട്ടാടാ? അച്ഛന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാണ്ട് നാട് വിട്ടതാ. ഇനി എന്താ പരിപാടി? എനിക്കൊന്നും അറിയില്ല. ആ, നീ ഇറങ്ങ്. പിടിച്ചോടാ. നീ ഞങ്ങളുടെ കൂടെ കൂടുന്നോ? നീ ഇവന്റെ സ്റ്റെപ്പിനായിട്ട് കൂടിക്കോ. പണി പഠിക്കേ. ആ, വണ്ടി ഒന്ന് കഴുകിയിട്. ഞങ്ങൾ പോരാ കേട്ടോ. പാടാ. ലോഡൊക്കെ വേഗം ഇറക്കാൻ പറയണം. രാത്രി വരെ ഓട്ടോ ഉള്ളതാ. നല്ല മൊഞ്ചുള്ള ചെക്കൻ. ആശാനി ഇങ്ങനെ വേണ്ടെന്നാവും. എന്താണ് ഇതൊക്കെ? ഇന്ന് വന്ന് നാളെ പോവും. നീ അല്ലേടാ എന്റെ സ്വന്തം. വാ. എനിക്ക് പുല്ല. എന്നെ പറ്റി എന്താ വിചാരിച്ചോമാര്? ആശാനെ പോട്ടാശാനെ, ദേ മുട്ടയിരിക്കണ്, എടുത്ത് കഴിച്ചേ. ആ, എപ്പോഴെങ്കിലും കിട്ടും എനിക്ക്. ആശാനെ ദേ മതി, ഇന്ന് കൂടുതലായി. രാത്രി വണ്ടി ഓടിക്കാനുള്ളതാ. റോഡാണെങ്കി മോശവും. എടാ, കൂടുതലൊന്നുമില്ല. എടാ, ആ ചെക്കനവിടെ? ആരാ? എടാ, ഇന്ന് രാവിലെ വന്ന ആ ചെക്കൻ എന്ത് ചെയ്യുന്നു? ഓ, അവനാ വണ്ടി കിടന്ന് ഉറങ്ങുവാ. നീ എല്ലാം കഴിച്ചോ? വയറ് കഴിച്ച് കഴിച്ചോളണം കേട്ടോ. ഞാൻ പോരാ. ആശാനെ ദേ പാവൻ ചെക്കനാ. നീ ഒന്ന് പോടാ. അവന്റെ ഒരു ഉപദേശം. ഈശ്വരാ. ഈശ്വരന്മാരെ, നീ കഴിച്ചോ കഴിച്ചോ. ഞാൻ പോരാട്ടോ. വലകിലുക്കിയ സുന്ദരി ഇല്ലേ? അവിടെ പോയി. ഇവിടെ കാണും. എന്താ? ഒന്നുമില്ലടാ. അവിടെ ഇരിക്കേ. എടാ, ഒന്നുമില്ല, ഇരിക്കവിടെ. നിക്കവിടെ. അവിടെ നിൽക്ക. ഓടരുത്.
ആ ഇനി ബാക്കിയൂടെ അടിച്ചിട്ട് കിടന്ന് ഉറങ്ങാം. എന്താടാ മേടിച്ചിരിക്കുന്നത്? ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ നിനക്ക് എന്ത് ജോലി അറിയാം? അടുക്കളയിൽ സഹായിക്കാം. വല്ല കള്ളനോ കൊലപാതകയോ മറ്റോ ആണോടാ നീ? ജീവിക്കാൻ ഗതിയില്ലാണ്ട് നാട് വിട്ടതാ മുതലാളി. വല്ലതും കഴിച്ചിട്ട് കുറെ ദിവസമായി. 3 നേരം തിന്നാൻ കൊടുത്താൽ മതിയല്ലോ. പാള കിട്ടാനാ പാട്. ആ നീ കടയുടെ പുറകുവശത്തേക്ക് പൊയ്ക്കോ. ഗോപാല, അവനെ കൂടെ അടുക്കളയിൽ നിർത്തിയേരെ. എന്നിട്ട് എന്തുണ്ടായി? ആയിന്റെ മോനെ, നീ എവിടാ വിളിച്ചത്? നീ രക്ഷപ്പെട്ടു കരുതി കൊല്ലൂടാ നിന്നെ. ഏയ്, എന്താ ഈ കാണുന്ന? അവൻ നല്ല മര്യാദക്കാരൻ ചെറുക്കനാ. എന്താ ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം? പ്രശ്നം? എന്ത് പ്രശ്നം? താൻ പോടോ. അച്ഛനും മോൻ തമ്മിലുള്ള കാര്യത്തില് തനിക്കെന്താ പ്രശ്നം? ഇത് നിന്റെ അച്ഛനാണോ? വാടാ ഇങ്ങോട്ട്. നിന്നെ ഇവിടെ വെച്ച് ഞാൻ കൊല്ലില്ല. ആ എരണം കെട്ടവന്റെ മുന്നിലിട്ടേ കൊല്ലൂ. നിന്നെ കൊന്നിട്ട് ഏത് ജയിലിലാണെങ്കിലും അവൻ പോവും. ഇത് കണ്ടോടാ ഈ കാല്. നിന്നെ പിടിക്കാൻ ഓടിയതാ. 3 മാസം ഒറ്റ കിടപ്പായിരുന്നു. പിന്നെ ഈ പാടും മനസ്സിലായടാ? ഞാൻ പിന്നീട് അവിടെ നിന്നില്ല. ആ നഗരത്തിൽ നിന്നുള്ള ആദ്യ ദുരന്തം വണ്ടിയിൽ വെച്ച് പരിചയപ്പെട്ട ഒരാളുടെ സഹായത്തോടെ ഒരു കട്ടച്ചൂളയിൽ എത്തിച്ചേർന്നു. അവിടെയും കഠിനമായ ജോലിയായിരുന്നു. അയാളുടെ വീട്ടിലായിരുന്നു താമസം.
ബാബുവിന്റെ ശമ്പളം കൂടി ചേർത്തിങ്ങ് തന്നാ മതി. ആ അവൻ പയ്യനല്ലേ, അതുകൊണ്ട് പകുതി ശമ്പളമേ ഉള്ളൂ. മുതിർന്നവരെക്കാൾ നന്നായി അവൻ പണിയെടുക്കുന്നില്ലേ, പിന്നെന്തിനാ കുറയ്ക്കുന്നേ? ഇപ്പം അത് മതിയടോ, ഇല്ലെങ്കിൽ പിള്ളേർക്ക് മടി പിടിക്കും. അടുത്ത മാസം ഇത്തിരി കൂട്ടാം. എനിക്കൊരു ഉടുപ്പ് വാങ്ങിയാൽ കൊള്ളായിരുന്നു. നീ പുറത്തൊന്നും പോകുന്നില്ലല്ലോ, പിന്നെന്തിനാ ഉടുപ്പ്? ഓണമാകട്ടെ, അപ്പോൾ ഒന്ന് വാങ്ങാം. വെറുതെ ചെലവാക്കാൻ എവിടാ പണം? അമ്മേ, അച്ഛനേട്ടനും വന്നു. വെള്ളം കോരി വെക്കും മോളെ, രണ്ടുപേരും ഒന്ന് കുളിക്കട്ടെ. ആ ശരി അമ്മേ. ബാബുയിട്ട് കുളിക്കാൻ കയറിക്കോ, തോർത്ത് ഞാൻ കൊണ്ടുവരാം. കരിമിഴി കുരുവിയെ കണ്ടീല, നിൻ ചിരുമണി ചിലമ്പൊലി കേട്ടീല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടീല. കാവിൽ വന്നീല, പൂരം കണ്ടീല, മായക്കൈ കൊട്ടും മേളവും കേട്ടീല. കരിമിഴി കുരുവിയെ കണ്ടീല, നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടീല, നീ പണ്ടേ. ഇന്നത്തെ ചൂടിത്തിരി കടുപ്പം തന്നെ, തളർന്നു പോയി. വീട്ടിനുള്ളിൽ തന്നെ തങ്ങാൻ കഴിയുന്നില്ല. ഒരു മഴ ഇനി എന്നാണാവോ? ഈ വർഷം ഇടവപ്പാതി ഇല്ലെന്നാ തോന്നുന്നേ. ഓരോരോ മാറ്റങ്ങളെ. കിണറ്റിൽ വെള്ളം അല്പം കുറവാ. ഇനി കുടിവെള്ളം കൂടി ഇല്ലാണ്ടാവോ? ബാബുട്ടാ, ഈ കണക്കൊന്ന് പറഞ്ഞുതരോ? ഏതായാലും അവൻ വന്നോടുകൂടി അവക്ക് പഠിത്തത്തിൽ കുറെ താല്പര്യം വന്നു, അല്ലേ ജനകി? അതെ, ഞാനും ശ്രദ്ധിച്ചു. നന്നായാ മതിയായിരുന്നു. ഇക്കാലത്ത് നല്ലൊരു പണിയില്ലെങ്കിൽ കൊള്ളാവുന്ന പയ്യന്മാരെ ആരെയും കിട്ടില്ല. നീ നോക്കിക്കോ, എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ അവളെ നേഴ്സിംഗ് പഠിപ്പിക്കും. അവൾ പുറത്തു പോയിട്ട് വേണം നമ്മുടെ കഷ്ടപ്പാട് മാറാൻ. എല്ലാം നടന്നാ മതിയായിരുന്നു. ദൈവമേ. തോട്ടത്തിൻ്റെ ആകെ വിസ്തീർണം 25,000 ചതുരശ്ര അടിയാണ്. അതിനെ 4ആയിട്ടാണ് വിഭജിച്ചിട്ടുള്ളത്. 4 അടി വീതിയിലാണ് ഓരോ തിട്ടയും. അപ്പോൾ ഓരോ കല്ലുകളുടെയും വീതിയിൽ അത്രയും കുറവുണ്ടാവും. ശരി ഏട്ടാ. ബാബുട്ടാ, ഈ ഊഞ്ഞാലൊന്ന് അട്ടിത്തരോ? ചേട്ടാ, ഇങ്ങനെയാണോ ഊഞ്ഞാലാട്ടുന്നത്? കമ്പി പിടിച്ചേട്ട്.
അവനെന്താ അവിടുന്ന് പോന്നത്? 6 മാസത്തോളം ഞാൻ അവിടെ നിന്നു. ഗീതയ്ക്ക് എന്നോട് സ്നേഹമായിരുന്നു. ഒരു ദിവസം ബാബുട്ട എന്താ ഇത്? വായിച്ചു നോക്ക്. എന്താ ബാബു അത്? ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ മറച്ചു പിടിക്കുന്നത് എന്തിനാടാ? ഇങ്ങെടുക്കാൻ ഇങ്ങ് തരാൻ. പ്രിയപ്പെട്ട ബാബുട്ട, എനിക്ക് ചേട്ടനെ ഇഷ്ടമാണ്. ചേട്ടന്റെ പാട്ട് കേൾക്കാൻ നല്ല രസമാണ്. ആ കണ്ണുകളിൽ നോക്കി എനിക്ക് ഇതേ ഇവിടെ ഓടി നിന്നെ പ്രേമിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഈ തെണ്ടി അല്ലാതെ മറ്റാരും കിട്ടിയില്ലേ നിനക്ക് പ്രേമിക്കാൻ? കൊന്നുകളയും ഞാൻ. ഒന്നേ ഉള്ളതെന്ന് ഞാൻ കരുതത്തില്ല. നിനക്കറിയില്ല ശ്രീധരനെ. നീ തല്ലരുത്. അത് പറയാൻ നീ ആരാടാ? ഞാൻ ആരുമല്ലെന്ന് എനിക്കറിയാം ശ്രീധരേട്ടാ. ഞാൻ കാരണം ഈ വീട്ടിൽ ആർക്കും ദുഃഖമുണ്ടാകരുത്. എനിക്ക് കുറേ സന്തോഷം കിട്ടിയ വീടായത്. ഞാൻ പോകുന്നു ശ്രീധരേട്ടാ. ഇനി എന്നെ കൊണ്ടൊരു ശല്യം ഇവിടെ ആർക്കും ഉണ്ടായില്ല. ബാബു പോകല്ലേ മോനെ, നിക്കടാ. ബാബു മോനെ പോകല്ലേ. എടാ നിക്കട മോനെ അവിടെ. ബാബു ബാബു മോനെ അവിടെ നിക്ക്, പോകല്ലേ. What's your name? എന്താ നിന്റെ പേര്? ബാബു. എന്താ എന്താ ഇവിടെ തനിച്ച്? ഒരു ജോലി അന്വേഷിച്ച്. ഓഹോ, പണി അന്വേഷിച്ചിറങ്ങിയതാണല്ലേ? ഓ, let me try.
ജോലി ജോലിയല്ല. ഒരു ആശുപത്രിയിൽ ഞാൻ നിനക്കൊരു പണി വാങ്ങിച്ചു തരാം. എന്താ, വരുന്നോ? കം കം വിത്ത് മീ. കേറിക്കോ. ഇറങ്ങി. എന്താ ഇവിടെ? നിനക്ക് ഹോസ്പിറ്റലിലെ ജോലി, ചില പരിശോധനകളൊക്കെ ചെയ്യാൻ. Let us go. Calm down. സവിത, മോന്റെ ബ്ലഡ് ഒന്ന്. ഓക്കെ മോനെ വാ, റിസൾട്ട് ഡോക്ടർ എടുത്തു. കൈ വേദനിച്ചു? ഇല്ലല്ലോ. ഇല്ല. ഓക്കെ, let us go. ഇറങ്ങി. ഇറ്റ്സ് എ ബിഗ് ഹോസ്പിറ്റൽ. നല്ലപോലെ നിൽക്കണം കേട്ടോ. അവിടെ ഡോക്ടേഴ്സൊക്കെ പറയുന്ന അനുസരിക്കണം. അവിടെ എല്ലാ കാര്യങ്ങളും നല്ലപോലെ നീ നോക്കിക്കോണം. ഓക്കെ, എന്നാൽ നിനക്ക് പിന്നെ അവർ ശമ്പളം എല്ലാം കൂട്ടിത്തരും. ആ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും. അപ്പോൾ എല്ലാം നോക്കിക്കോണം. ഓക്കെ, ദിസ് ഈസ് അവർ ഹെവൻ. Come. ഞാനും കൂട്ടുകാരും കൂടെ എവിടെ താമസം. അവരൊക്കെ വരുമ്പോ രാത്രിയാവും. നീ ഒരു കാര്യം ചെയ്യും, ഇവിടെ ഇരിക്കും. നീ ഇവിടെ ഇരുന്ന് TV ഒക്കെ കണ്ടു. ഓക്കെ, ഞാൻ നിനക്ക് ഭക്ഷണമൊക്കെ വാങ്ങി വരാം. ഓക്കെ. ഓക്കെടാ കണ്ണേ. ഓക്കെ, യുവർ ഫുഡ് റെഡി. കഴിക്കാം. യെസ്, ഇന്നലെ എന്റെ 2000 പോയത്. മാറടാ തടിയാ. ഇരിക്കടാ അവിടെ. എനിക്കിന്നത് തിരിച്ചു പിടിക്കണം. ജോസഫേ, കുപ്പി അവിടെ പോയി. എസ്റ്റപ്പാനെ, ചീട്ടിട്രാ. ഇപ്പൊ ഭാഗ്യം ജോസഫിനാ. രൂപ എത്രയാ കിട്ടണേ? ഓ, ഇന്നലെ കുറച്ച് കിട്ടിയെന്നും വെച്ച്. ജോസഫേ, ഇന്ന് എന്റെ ദിവസമാ. ഞാൻ ഇന്ന് അടിച്ച് വാരും. ഹലോ,
Isn't it? Okay, success, success. ജോസഫേ, ഡോക്ടറാ വിളിച്ചത്. അവന്റെ രക്തഗ്രൂപ്പ് ചേരും. അത് ശരി. എത്രയും വേഗം കിഡ്നി മാറ്റി വെക്കണമെന്നാണ് ഡോക്ടർ പറയുന്നത്. കഴിയുന്നതും ഈ ആഴ്ച തന്നെ. ഓക്കെ. ചെറുക്കനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുന്ന ആ നിമിഷം 5 ലക്ഷം നമ്മുടെ കയ്യിൽ തരും. എടാ, അവൻ ഓടിയെന്നാ തോന്നുന്നു. ജോസഫേ, പിടിക്കവനെ. വിടല്ലേ അവനെ. ജോസഫേ, പിടിക്കവനെ. പിടിയിടാൻ ആ ഓട്ടത്തിനിടയിലാണ് ഞാൻ കാൽ വഴുതി വീണത്. പിന്നെ ഒന്നും ഓർമ്മയില്ലാണ്ടായി. ബാക്കി കഥ ഞാൻ പറയാം. ബാബു, ബാബു, മോ എണിച്ച്. ആ, എന്തൊരു ഉറക്കോ ഇത്. നമുക്കേ ബീച്ചിലൊക്കെ പോണ്ടേ? ബാബു, നീ ഇതുവരെ വേറൊരു ലോകത്തായിരുന്നു. നീ വീട് വിട്ടത് പോലുള്ള എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഒരുപാട് ദുരിതങ്ങൾ നീ സഹിച്ചു. ഭാഗ്യം കൊണ്ടാണ് ചതികളിൽ പെടാതെ നീ രക്ഷപ്പെട്ടത്. വാ. ബാബു, നിനക്ക് നിന്റെ അമ്മയും അനിയത്തിയും കാണണ്ടേ? അവരും നിന്നെ കാണാൻ മോഹിക്കുന്നുണ്ടാവും. എനിക്കും ആഗ്രഹമുണ്ട് ഡോക്ടർ. പക്ഷേ അച്ഛൻ്റെ സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ടാവും മോനെ. ഇനി നിനക്ക് വീട്ടിലേക്ക് മടങ്ങി അമ്മയുടെയും അനിയത്തിയുടെ ഒപ്പം ജീവിക്കാം. അച്ഛൻ എന്നെ കൊല്ലും ഡോക്ടർ, എനിക്കത് ഉറപ്പാ. മോനെ, സാധാരണ നിന്റെ അച്ഛൻ എത്ര മണിക്കാണ് വീട്ടിലെത്തുക? രാത്രി ഒരു 8 മണിയാകും. ഇവിടെ നിന്ന് 4-5 മണിക്കൂർ യാത്രയുണ്ട് നിന്റെ നാട്ടിലേക്ക്. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഇവിടെ നിന്ന് പുറപ്പെടാം. ഞാൻ പറയുന്നത് കേൾക്ക് ബാബു. നിനക്ക് ദോഷം ഉണ്ടാവുന്ന ഒന്നും ഞാൻ ചെയ്യില്ലെന്ന് നിനക്ക് വിശ്വാസമില്ലേ? ഇവൻ ഇതുവരെ എണിച്ചില്ലേ? ബാബു, ബാബു, മോനെ ബാബു, എണിക്ക്. എന്തൊരു ഉറക്കമായത്. എണിച്ചേ. ഉച്ചയ്ക്ക് ഞാൻ എത്തുമ്പോഴേക്കും മോൻ റെഡി ആയിരിക്കണം. ഡ്രസ്സെല്ലാം എടുത്ത് ബാഗിലിട്ട് വെക്കണം. ഓക്കെ? ആ, പിന്നെ നിനക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താ ചെടുത്തോ. രാജേട്ട, എന്നെ വീട്ടിൽ കൊണ്ടാക്കല്ലേ എന്ന് ഡോക്ടർ സാറിനോട് പറയണേ രാജേട്ട. ഞാൻ പറയാം മോനെ, പക്ഷെ അദ്ദേഹം കേൾക്കുമെന്ന് എനിക്കറിയില്ല. സ്വന്തം ഇഷ്ടത്തിന് സാറ് പ്രവർത്തിക്കൂ. അച്ഛനെ കാണുന്നത് തന്നെ എനിക്ക് പേടിയാ രാജേട്ട. മോനെ, ഏതായാലും സാറ് മോനെ കുഴപ്പത്തിലൊന്നും ചാടിക്കില്ല, അത് ഉറപ്പാ. മോൻ ചെന്ന് മോന്റെ ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്ത് വെക്ക്. ചെല്ലു മോനെ, പേടിക്കണ്ട.
ആഹാ, റെഡിയായല്ലോ. ഗുഡ് ബോയ്. പോവാൻ തിടുക്കായില്ലേ? ദേവരാജ, എനിക്കും ബാബുവിനും ഒരു ചായ എടുത്തേ. എന്നെ ഉപേക്ഷിക്കരുത്. എനിക്കെൻ്റെ അച്ഛനെ പേടിയാ. എന്നെയും എൻ്റെ അമ്മയും അയാൾ കൊല്ലും. നിനക്ക് ജന്മം നൽകിയ ആളല്ലേ അച്ഛൻ. അച്ഛൻ അമ്മമാർ കൊല്ലുന്നൊക്കെ പറയെങ്കിലും അവരങ്ങനെയൊന്നും ചെയ്യില്ല. മോൻ വാ, അങ്കിൾ കൂടിയില്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? ദേവരാജ, ബാഗ് എടുത്ത് വണ്ടിയിൽ വെക്കേ. പാവം, ഇവിടെ നിന്നോട്ടെ സാർ. നമുക്ക് ഉപദ്രവമൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. അതൊന്നും ശരിയാവില്ല ദേവരാജ. തൽക്കാലം കുഴപ്പമൊന്നുമില്ലെങ്കിലും പിന്നീടത് പ്രശ്നമാവും. മോൻ വണ്ടിയിലോട്ട് കയറും. സാർ, ചായ? ചായ ഒന്നും വേണ്ടോ? ആ മതി. ആരോരും
എന്റെ കൺവട്ടത്ത് വന്ന ഞാൻ അവനെ കൊല്ലും. ഞാനിപ്പോ ജീവിച്ചിരിക്കുന്നതന്നെ അതിനാണടി, അവനെ കൊല്ലാൻ. എന്തിനാ അവനെ മാത്രമാക്കുന്നത്? ഞങ്ങളെ കൂടെ അങ്ങ് കൊല്ല്. മതിയായി ഈ ജീവിതം. കൊല്ലുമെടി, കൊല്ലും. ആദ്യം അവനെ, പിന്നെ നിന്നെ. ആദ്യം അവനെ.